ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം വർഷം പാർലമെൻറ്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്യപ്പെട്ട വേളയിൽ പ്രധാനമന്ത്രി മോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നടത്തിയ പ്രസംഗങ്ങൾ ജനാധിപത്യത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെയും ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയും ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ചും വർത്തമാനകാല ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ചുമാണ് സംസാരിച്ചത്. അതേസമയം പ്രധാനമന്ത്രി മോദിയും രാജ്യസഭയിൽ നിർമ്മല സീതാരാമനും ഭൂതകാലത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. മഹാത്മജി മുതൽ നെഹ്റു വരെയുള്ള നേതാക്കളെ, അവരുടെ സംഭാവനകളെ, അവരുടെ ചരിത്രത്തെ വളച്ചൊടിക്കാനും മറ്റുമാണ് BJP നേതാക്കൾ ശ്രമിച്ചത്. വർത്തമാനകാല ഇന്ത്യയിലെ പൊള്ളുന്ന യാഥാർത്ഥ്യമാണ് മണിപ്പൂർ. ആയിരക്കണക്കിന് ആളുകൾ മരിക്കുകയും പരസ്പരം കൊലപ്പെടുത്തുകയും ചെയ്ത മണിപ്പൂർ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷത്തിലേറെയായി പുകയുന്ന മണിപ്പൂരിനെക്കുറിച്ച് ഒരു വാക്കുപോലും സംസാരിക്കാൻ ഈ നേതാക്കളാരും തയ്യാറായില്ല. രാജ്യത്തിൻ്റെ ഭാഗമല്ലേ മണിപ്പൂർ എന്ന പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് പോലും ഉത്തരമുണ്ടായില്ല. പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ള ബാഗ്, പാലസ്തീൻ എന്നെഴുതിയ ബാഗ് തൂക്കിക്കൊണ്ട് ഉള്ള പ്രിയങ്കയുടെ രംഗപ്രവേശം, പ്രിയങ്ക നടത്തിയ പ്രസംഗം എല്ലാം ശ്രദ്ധേയമാണ്. രാജ്യത്ത് ജനാധിപത്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തെളിയിക്കുന്ന രംഗങ്ങളായിരുന്നു രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും ഖാർഗെയുടെയും പ്രസംഗങ്ങൾ. അതേസമയം അടിയന്തരാവസ്ഥയെക്കുറിച്ചല്ലാതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി ജനാധിപത്യത്തെ വെല്ലുവിളിച്ചു, ജനാധിപത്യത്തെ ഹനിച്ചു എന്ന് കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി നടത്തുന്ന ആരോപണങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് പ്രധാനമന്ത്രിയും മറ്റ് BJP നേതാക്കളും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 3 ടേമുകളിലായി 3-ാം ഊഴത്തിൽ എത്തി നിൽക്കുന്ന മോദി ഭൂതകാലത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത്? മഹാത്മാഗാന്ധിയും നെഹ്റുവും തുടങ്ങി രാഹുൽ ഗാന്ധി വരെയുള്ളവർ കുടുംബ പാരമ്പര്യം മാത്രമാണ് ഉയർത്തിപ്പിടിക്കുന്നതെന്നും ഈ കുടുംബ പാരമ്പര്യത്തിന് എതിരെയാണ് തങ്ങൾ നിലനിൽക്കുന്നതെന്നും പറയുന്നു. ഇത് മാത്രമാണോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്? ഈ 3 വട്ടം രാജ്യം ഭരിച്ച, ഇപ്പോൾ 3-ാം ഊഴത്തിൽ 1 കൊല്ലം കൂടി ഭരണം പൂർത്തിയാക്കിയ മോദി സർക്കാരിന് എന്തുകൊണ്ടാണ് കഴിഞ്ഞ 1 പതിറ്റാണ്ടിലെ തങ്ങളുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്തത്? അതേസമയം രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് പുരാണങ്ങളെ അവലംബിച്ചുകൊണ്ട് ഏകലവ്യൻ്റെ പെരുവിരൽ ചോദിച്ചു വാങ്ങിയ ദ്രോണാചാര്യരെ പോലെ രാജ്യത്തെ ചെറുപ്പക്കാരുടെയും ചെറുകിട വ്യവസായികളുടെയും കർഷകരുടെയും പെരുവിരൽ ചോദിച്ചു വാങ്ങുകയാണ് BJP സർക്കാർ എന്ന അതീവ ഗുരുതരമായ വർത്തമാനകാല യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് രാഹുൽ സംസാരിച്ചത്. അങ്ങനെ പെരുവിരൽ നഷ്ടപ്പെട്ട കർഷകരും തൊഴിൽ രഹിതരും ചെറുകിട കച്ചവടക്കാരും വ്യവസായികളും ഉൾപ്പെടുന്ന ഒരു ജനത, അതേസമയം അദാനിയെയും അംബാനിയെയും മാത്രം സഹായിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ,
ഇതിനെക്കുറിച്ചാണ് നിശ്ചിതമായ വിമർശനങ്ങൾ. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സമത്വം, തുല്യതയ്ക്കുള്ള അവകാശം, അവസര സമത്വം, ഇതെല്ലാം നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കും മധ്യവർത്തികൾക്കും നിഷേധിക്കപ്പെടുന്നു എന്ന് തെളിയിക്കാനാണ് രാഹുൽ ഗാന്ധി പെരുവിരൽ നഷ്ടപ്പെട്ട ഏകലവ്യനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഏകലവ്യനോട് സമാനമായ ഒരു ജീവിതമാണ് നമ്മുടെ തൊഴിൽരഹിതരും കർഷകരും നയിക്കുന്നത് എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം ഇന്ത്യൻ അവസ്ഥ തന്നെയാണ് നമ്മുടെ മുന്നിൽ കാണിച്ചത്. അതേസമയം പ്രിയങ്ക ഗാന്ധി പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ള ബാഗുമായി പ്രത്യക്ഷപ്പെട്ട് അവർ ആദ്യം നടത്തിയ പ്രസംഗത്തിൽ വയനാട്ടിൽ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിലുണ്ടായ വന്യജീവി ആക്രമണത്തെക്കുറിച്ചും ആദിവാസികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും ആണ് സംസാരിച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തെ അപകടപ്പെടുത്താൻ മാത്രമാണ് നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള ആളുകൾ ശ്രമിച്ചത് എന്ന് നരേന്ദ്രമോദിയും നിർമ്മലാ സീതാരാമനും ആരോപിക്കുമ്പോൾ എന്തെല്ലാം അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കഴിയും. അവർക്ക് നഷ്ടപ്പെട്ടു പോയ രാജീവ് ഗാന്ധി വധത്തെക്കുറിച്ച് അവർക്ക് പറയാം, ഇന്ദിരാഗാന്ധി വധത്തെക്കുറിച്ച് പറയാം. ഒരു കുടുംബാധിപത്യത്തെക്കുറിച്ച് വർഷങ്ങളായി ആരോപണം ഉന്നയിക്കുമ്പോൾ ആ കുടുംബം രാജ്യത്തിന് വേണ്ടി അവർക്ക് അവരുടെ ത്യാഗം, പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും കൊല്ലപ്പെട്ടതോടെ ആ കുടുംബത്തിനുണ്ടായ ആഘാതം, അവർക്കുണ്ടായ നഷ്ടം, അതിനെക്കുറിച്ച് നമ്മുടെ രാജ്യവും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? കാരണം അധികാരത്തിന് വേണ്ടിയാണെങ്കിൽ കൈവെള്ളയിൽ അധികാരം വെച്ചു കൊടുത്തിട്ടും അത് വേണ്ട എന്ന് വെച്ച് സോണിയാഗാന്ധി UPA അധ്യക്ഷയായിരുന്ന കാലത്താണ് മൻമോഹൻ സിംഗ് നമ്മുടെ പ്രധാനമന്ത്രിയാകുന്നത്. ആ കാലത്ത് തന്നെ സോണിയയ്ക്ക് വേണമെങ്കിൽ മകൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായി ഒക്കെ വാഴിക്കാമായിരുന്നു. അപ്പോൾ അധികാരത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു പാരമ്പര്യം മാത്രമാണ് നെഹ്റു കുടുംബത്തിനുള്ളത് എന്ന് ആക്ഷേപിക്കുന്നത് അർത്ഥമില്ലാത്ത ഒരു കാര്യമാണ്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി ഉയർത്തിയ ഒരു കാര്യം സവർക്കർ മുന്നോട്ട് വെച്ച മൂല്യങ്ങളെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്, അല്ലാതെ ഇന്ത്യൻ ഭരണഘടനയല്ല BJP ഉയർത്തിപ്പിടിക്കുന്നത് എന്ന ആരോപണമാണ്. ആ ആരോപണത്തെ ഖണ്ഡിക്കാനോ അതിന് മറുപടി പറയാനോ മോദി ശ്രമിച്ചില്ല. 2 മണിക്കൂറോളം പ്രധാനമന്ത്രി പ്രസംഗിച്ചെങ്കിലും അദ്ദേഹം ശ്രമിച്ചത് മുഴുവൻ നെഹ്റു കുടുംബത്തെയും അടിയന്തരാവസ്ഥ കാലത്തെ ജനാധിപത്യ ധ്വംസനങ്ങളെക്കുറിച്ചും മറ്റും വിശദീകരിക്കാനാണ്. അപ്പോൾ ഭൂതകാലത്തിൽ മാത്രം അഭിരമിച്ചുകൊണ്ട് ഒരു സർക്കാരിന് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? എന്തായാലും ഇപ്പോഴും നമ്മുടെ ഭരണഘടനയ്ക്കും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നത് പ്രതിപക്ഷമാണ്, ഇന്ത്യ മുന്നണിയാണ്. ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാക്കളാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഭരണഘടനയുടെ 75ാം വർഷത്തിൽ നടന്ന ചർച്ചകൾ.